ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്തേക്കണത് നീളത്തിലുള്ള ഫ്രൈഡ് റൈസിൻ്റെ അരി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതൊന്ന് വേവിച്ച് ഞാൻ തലേദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടാണ് ഈ വെളുത്തുള്ളി അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ വെജിറ്റബിൾസാണ്. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വേവൊന്നും വേണ്ട, ഒരു മീഡിയം വേവൊക്കെ മതിയാവും. അതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചില്ലി സോസ് ഞാൻ എടുത്തേക്കണത് 1 ടേബിൾ സ്പൂണാണ്. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കണ അരിയുടെ കണക്കനുസരിച്ചാണ് ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്തേക്കണത്. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് അരിക്കുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്തേക്കണത്. സോയാ സോസും ചില്ലി സോസും ഈ വെജിറ്റബിൾസിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചേക്കണ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചേശയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചേശം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അങ്ങനെ റൈസ് കുറച്ചേശയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വല്ലാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അരികൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി അടുത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പൊടിച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ 3 മുട്ടയൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുത്തി പൊരിക്കില്ലേ, അതേപോലെ കുത്തി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ടല്ല ഞാൻ മുട്ട മിക്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടാണ് മുട്ടയും കൂടി ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കണത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കാമെന്ന് പറയില്ലേ, ചെറിയതായിട്ട് അതേപോലെ ചെറുതായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ആവശ്യത്തിന് ഇതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞങ്ങൾ മുട്ട അങ്ങനെ പൊരിച്ചിട്ടിടാറില്ല. ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കുമ്പോൾ 2 മുട്ട അങ്ങനെ കൊത്തി പൊരിച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് റൈസ് എടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ കുറേ ചോറുണ്ടായിരുന്നു, വെന്ത ചോറ് കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് അങ്ങനെ തന്നെ അതിലേക്ക് മുട്ട പൊരിച്ച് ചേർക്കുമ്പോൾ നമ്മൾ പിന്നീട് അത് ചൂടാക്കി എടുക്കണേക്കാട്ടും നല്ലത് ഇതേപോലെ കുറച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട പൊരിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണതാവും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആവശ്യത്തിനുള്ള റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓനിയനാണ്. അപ്പോൾ നമ്മൾ മിക്സിങ് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുത്ത് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ പച്ചക്കറിയും വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചില്ലി ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.